ജയിലിൽ സുഖവാസം, പോരാത്തതിന് വൻ തുക ശമ്പളവും. കുറ്റവാളികളെ സർക്കാർ പോറ്റുകയാണോ? ഈ വേതന വർധനവ് നീതി നിഷേധമല്ലേ? കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഉയർന്ന പ്രധാന ചോദ്യങ്ങളാണിവ. ഇരകൾ നീതിക്കായി അലയുമ്പോൾ വേട്ടക്കാർക്ക് എന്തിനാണ് ഇത്രയും ആനുകൂല്യം എന്ന ആക്ഷേപം സ്വാഭാവികമാണ്. എന്നാൽ ഈ വേതന വർധനവിന് പിന്നിൽ നിങ്ങൾ അറിയാത്ത മറ്റൊരു മുഖമുണ്ട്. അത് ക്രിമിനലുകളെ സഹായിക്കാനല്ല, മറിച്ച് ഇരകൾക്ക് താങ്ങാവാനാണ് എന്നതാണ് സത്യം. മുൻപ് ജയിൽ തടവുകാർക്ക് ലഭിച്ചിരുന്ന വേതനം വളരെ കുറവായിരുന്നു. സ്കിൽഡ് തൊഴിലാളികൾക്ക് പ്രതിദിനം ഏകദേശം 150 മുതൽ 200 രൂപയും അൺസ്കിൽഡ് തൊഴിലാളികൾക്ക് 100 രൂപയിൽ താഴെയുമായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ 2026 പുതിയ തീരുമാനങ്ങൾ പ്രകാരം ഇത് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ ഒരു സ്കിൽഡ് തടവുകാരന് പ്രതിദിനം 350 മുതൽ 400 രൂപ വരെയും മറ്റുള്ളവർക്ക് അവരുടെ ജോലിക്കനുസരിച്ച് 200 മുതൽ 300 രൂപ വരെയും വേതനം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ തുക കേട്ട് ഞെട്ടുന്നവർ ഇതിന്റെ കൃത്യമായ വിഭജനം കൂടി അറിഞ്ഞിരിക്കണം. ഈ കിട്ടുന്ന പണം മുഴുവൻ തടവുകാരന്റെ പോക്കറ്റിലേക്കല്ല പോകുന്നത്. നിയമപ്രകാരം ഈ വേതനത്തെ പ്രധാനമായി 3ആയി തിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിക്ടിം കോമ്പൻസേഷൻ ഫണ്ട് ആണ്. തടവുകാരൻ സമ്പാദിക്കുന്ന തുകയുടെ 1/3 ഭാഗം നിർബന്ധമായും ഇരകൾക്കുള്ള ഫണ്ടിലേക്ക് സർക്കാർ പിടിച്ചെടുക്കുന്നു. വേതനം കൂടുമ്പോൾ ഈ ഫണ്ടിലേക്ക് എത്തുന്ന തുകയുടെ അളവ് വർദ്ധിക്കുന്നു എന്നത് ഇതിന്റെ നിയമപരമായ നേട്ടമാണ്. എന്തിനാണ് ഈ 1/3 ഭാഗം മാറ്റിവെക്കുന്നത്? കുറ്റകൃത്യങ്ങളിൽ ഇരയാക്കപ്പെട്ടവർക്കും അവരുടെ കുടുംബത്തിനും സഹായം നൽകാനാണ് ഈ തുക ഉപയോഗിക്കുന്നത്. 2017 കേരള വിക്ടിം കോമ്പൻസേഷൻ സ്കീം പ്രകാരം രൂപീകരിച്ച ഈ ഫണ്ടിൽ നിന്നാണ് മരണം സംഭവിച്ച കുടുംബങ്ങൾക്കും ബലാത്സംഗത്തിന് ഇരയായവർക്കും അതോറിറ്റി തീരുമാനിക്കുന്ന തുക സഹായം നൽകുന്നത്. തടവുകാരന്റെ വേതനം കൂടുമ്പോൾ ഇരകൾക്ക് ലഭിക്കേണ്ട ഈ സഹായ നിധിയുടെ കരുത്തും കൂടുന്നു. ഈ പദ്ധതിയിൽ കുട്ടികൾക്ക് പ്രത്യേക പരിഗണനയുണ്ട്. ഇരയാക്കപ്പെട്ടത് 14 വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള കുട്ടിയാണെങ്കിൽ സ്കീമിൽ നിശ്ചയിച്ചിട്ടുള്ള തുകയേക്കാൾ 50% അധികം നഷ്ടപരിഹാരം നൽകാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. കൂടാതെ ആസിഡ് ആക്രമണം പോലുള്ള ക്രൂരതകൾ നേരിടുന്നവർക്ക് ചികിത്സയ്ക്കും മറ്റുമായി 15 ദിവസത്തിനുള്ളിൽ 1 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി നൽകുവാനും ഈ നിയമം അനുശാസിക്കുന്നുണ്ട്. ബാക്കിയുള്ള തുകയിൽ ഒരു ഭാഗം തടവുകാരന്റെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ അയച്ചു കൊടുക്കുന്നു. കുറ്റവാളി ജയിലിലാകുമ്പോൾ വഴിയാധാരമാകുന്ന അവന്റെ നിരപരാധികളായ മക്കൾക്കോ മാതാപിതാക്കൾക്കോ ഇത് വലിയ ആശ്വാസമാണ്. മറ്റൊരു ചെറിയ വിഹിതം തടവുകാരൻ ജയിൽ മോചിതനാകുമ്പോൾ ഒരു പുതിയ ജീവിതം തുടങ്ങാനായി അവന്റെ അക്കൗണ്ടിൽ സേവിങ്സ് ആയി സൂക്ഷിക്കുന്നു. ജയിലിൽ അവന് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ലഭിക്കുന്നത് വളരെ കുറഞ്ഞ തുക മാത്രമാണ്. ഈ തുകയുടെ വിനിയോഗം ആഭ്യന്തര വകുപ്പിന്റെ കർശനമായ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയാണ് ഈ പണം ഇരകൾക്ക് കൃത്യമായി എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത്. തടവുകാരുടെ അധ്വാനം വഴി ലഭിക്കുന്ന ഈ വിഹിതം ഒരു പ്രത്യേക പബ്ലിക് അക്കൗണ്ടിലാണ് സൂക്ഷിക്കുന്നത്. കുറ്റവാളിയുടെ വിയർപ്പിൽ നിന്നും ഇരയുടെ നീതി കണ്ടെത്തുക എന്ന തത്വമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ജയിലിൽ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന തടവുകാരേക്കാൾ കഠിനാധ്വാനം ചെയ്ത് താൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം എന്നോണം ഇരകളെ സഹായിക്കുന്ന തടവുകാരാണ് സമൂഹത്തിന് ആവശ്യം. തടവുകാരന്റെ വേതനം വർദ്ധിപ്പിക്കുന്നത് അവനോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് അവനെ കൊണ്ട് ഇരകൾക്ക് കൂടുതൽ നഷ്ടപരിഹാരം നൽകിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. കുറ്റവാളിയുടെ ശിക്ഷ കേവലം തടവറയിൽ ഒതുങ്ങാതെ അവന്റെ അധ്വാനം ഒരു കുടുംബത്തെ പുനരധിവസിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു എന്നത് വലിയൊരു സാമൂഹിക നീതിയാണ്. അതിനാൽ നിയമത്തെ അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാക്കാം.